ഹായ് ഫ്രണ്ട്സ്, ഒരു വെറൈറ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പാഷൻ ഫ്രൂട്ട് കേക്കാണ്. എഗ്ലെസ് കേക്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ 1/2 kg ഒരു കേക്കാണ് ചെയ്തിട്ടുള്ളത്. ഓവനിലാണ് ഈ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവനില്ലാതെ കുറേ റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കിയാൽ മതി, ആ രീതിയിൽ ചെയ്താൽ മതി. ഇതിന് വേണ്ടിയിട്ട് ഞാൻ പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് അതിൻ്റെ ആ സീഡൊക്കെ മാറ്റിയിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു ബൗളിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 പാഷൻ ഫ്രൂട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല കളറുള്ള നല്ല മധുരമുള്ള പാഷൻ ഫ്രൂട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് ഇപ്പോൾ 2 തന്നെ എടുക്കണമെന്നില്ല. ഞാൻ ഇപ്പോൾ 2 എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറുതാണെങ്കിൽ അല്ലെങ്കിൽ നീര് കുറവാണെങ്കിൽ ഒരു 3 4 ഒക്കെ എടുക്കാം. ഇതേപോലെ ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ നീര് ഇതിലേക്ക് ഈ ബൗളിലേക്ക് ഇറങ്ങി വരും. ഇപ്പോൾ പാഷൻ ഫ്രൂട്ടിൻ്റെ ആ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 1 kg കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ അളവെല്ലാം ഇരട്ടിയായിട്ട് എടുത്താൽ മതി. ഒരു 1/4 കപ്പ് യോഗർട്ട് ചേർത്തിട്ടുണ്ട്. നല്ല പുളിയില്ലാത്ത കട്ടത്തൈര് എടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ച് വാനില എസൻസും ചേർത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റാക്കി കൊടുത്താൽ മതി. ബീറ്ററിൻ്റെ ആവശ്യം ഈ കേക്കിന് ഇല്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. തണുത്ത പാലല്ല, റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം ചേർക്കാൻ. പാലും നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫ്ലോർ ഒന്ന് അരിച്ചിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ചേർക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതിൻ്റെ ഒപ്പം തന്നെ 2-3 നുള്ള് ഉപ്പ് കൂടി ചേർക്കാം. 2 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അരിച്ചെടുക്കാം. ഞാനിവിടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. 180 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇത് ഇതേപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കളർ കൂടി ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ കേക്കിലേക്ക് കളർ ചേർത്തിട്ടില്ല. അപ്പം അതും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒരു സ്പാച്ചില വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്ന് ആണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെയായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓവൻ ഇല്ലാതെ ആണെങ്കിൽ അത് പ്രീഹീറ്റ് ചെയ്ത് ഇപ്പോൾ ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് പ്രീഹീറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒഴിച്ചിട്ട് എടുത്തു വെച്ചാൽ മതി. ഇതിനി ഓവനിലേക്ക് വയ്ക്കാം. ഇപ്പോൾ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്.
30 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം. ഇപ്പോൾ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഒരു സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചൂട് പോയിട്ടാണ് ഞാൻ ഇതിലേക്ക് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. കേക്ക് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വലുപ്പമുള്ള കേക്കാണെങ്കിലും 3ആയിട്ട് കട്ട് ചെയ്യാം. 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നന്നായിട്ട് അലിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ്. ഇതിലേക്ക് കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ചേർത്തിട്ട് അത് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/4 കപ്പ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുളി അനുസരിച്ചിട്ട് മധുരം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് കോൺഫ്ലോർ. കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. കാരണം ഈ പാഷൻ ഫ്രൂട്ടിന് കുറച്ച് പുളി തോന്നുന്നത് കൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെയും അതുപോലെ പഞ്ചസാരയുടെ അളവ് ടേസ്റ്റ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് തിക്കാക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തിക്കാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി ആ ഒരു കോൺഫ്ലോറിൻ്റെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനി തണുത്ത് കഴിയുമ്പോൾ കറക്റ്റ് പാകത്തിലൊരു ജെല്ലിൻ്റെ ഇതിൽ തന്നെ കിട്ടും. ഇത് ഈ ബൗളിലേക്ക് ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു പാട പോലെ ഉണ്ടാവും. ഇപ്പോൾ കറക്റ്റ് ആ ഒരു പാകത്തിനാണുള്ളത്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. ഇപ്പോൾ ക്രീമും റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഫസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. പാഷൻ ഫ്രൂട്ടിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇങ്ങനെ ഈ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ പാഷൻ ഫ്രൂട്ടിൻ്റെ കുറച്ച് ആ പൾപ്പ് പോലുള്ളത് സീഡോടുകൂടി തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ജെല്ലിൽ നിന്നും കുറച്ച് ചേർത്താലും മതി. അതിൻ്റെ അരി വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. ഞാൻ ഇപ്പോൾ ഈ സീഡോടുകൂടി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ പുളി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതെന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ആ രീതി ചെയ്തെടുത്താൽ മതി. ഇനി അടുത്ത പീസ് കേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. താഴ്ഭാഗം മുകളിലായിട്ട് വരുന്ന പോലെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലും സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. ക്രീം മുകളിലും സൈഡിലും എല്ലാം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലെടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം മാക്ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലുള്ള ക്രീമാണ് എടുത്തിട്ടുള്ളത്.
ഇപ്പോൾ ക്രീം നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് സ്മൂത്താക്കി കൊടുക്കാം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം കുറച്ച് ലൈറ്റ് കളറായിട്ട് ഓറഞ്ച് കളറായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലൊന്ന് ഇതേപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. സ്റ്റാറിൻ്റെ നോസിലാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തുകൂടി ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കൊടുത്താൽ മതി. നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. ഇതിനെ ഒരു കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കിയ ജെല്ലിലേക്ക് കുറച്ച് ഞാൻ സീഡ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പാഷൻ ഫ്രൂട്ടിൻ്റെ. അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ സീഡും കൂടെ കിടക്കുമ്പോഴായിരിക്കും നല്ല ഭംഗിയുള്ളത്. എന്നിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ജെല്ല് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിലും കേക്കിൻ്റെ മുകളിൽ എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ കുറച്ചൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. എങ്കിലേ ഈ കേക്കിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടൂ. അപ്പോൾ ഇത് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മുട്ട ചേർക്കണമെന്നുണ്ടെങ്കിൽ തൈരിന് പകരം മുട്ട ചേർത്താൽ മതി. 2 മുട്ട ചേർക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.